ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഐഡിയോ ലോഞ്ച് പാഡിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു വീഡിയോക്ക് മുൻപായിട്ട്, അതായത് നമ്മുടെ ചാനലിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോ എന്ന് പറയുന്നത് ബൈനാൻസിലെ ലോഞ്ച് പാഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബൈനാൻസിലെ ലോഞ്ച് പാഡിനെ കുറിച്ചിട്ട് അറിയണം എന്ന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഐഡിയോ ലോഞ്ച് പാഡ്, അതായത് ഇനീഷ്യൽ ഡെക്സ് ഓഫറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. നമ്മളെല്ലാവരും ചിന്തിക്കുന്നതിൽ അപ്പുറം പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംഭവമാണ് ഐഡിയോ ലോഞ്ച് പാഡ്, അല്ലാന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഡെക്സ് ഓഫറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷന്. കാരണം എന്ന് പറയുന്നത് വളരെയധികം ഹൈലി പ്രോഫിറ്റ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അത് എങ്ങനെ നമുക്ക് ഏതൊക്കെ ഐഡിയോ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഐഡിയോയിലൊക്കെ പങ്കെടുക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നില്ല. എങ്കിൽ പോലും ഇതെന്താണ് ഐഡിയോ എന്നും അതുപോലെ തന്നെ ഇതിന് മുൻപുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നെങ്കിൽ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ ഒരു ഐഡിയോ ലോഞ്ച് പാഡ് എന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഐഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഡെക്സ് ഓഫറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ കംപ്ലീറ്റ്ലി എത്തേറിയം ബ്ലോക്ക് ചെയിനിലെ കോയിൻസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഐഡിയോയിൽ നമുക്ക് അത് ആ ഒരു കോയിൻസ് എത്തേറിയം ബ്ലോക്ക് ചെയിനിലെ കോയിൻസ് മാത്രമേ ബൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പുറമേ ആയിട്ട് ഇപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഒരുപാടധികം ഐഡിയോ പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതായത് നമുക്ക് ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ ഉള്ള ഒരു ബൈനാൻസ് സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിനിൽ അവൈലബിൾ ആയിട്ടുള്ള കോയിൻസുകളുള്ള ഒരു സൈറ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഐഡിയോ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് വർക്കിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിലെങ്ങനെ നമുക്ക് ഒരു ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കോയിനെ എങ്ങനെ വാങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട്, ഫോർ എക്സാമ്പിൾ ഈ ഒരു നമുക്ക് പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റ് തന്നെ എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്തേറിയം ബ്ലോക്ക് ചെയിനിലെ കോയിൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിൽ ഫസ്റ്റ് ആയിട്ട് ഒരു കോയിന്, അതായത് എക്സാമ്പിൾ ഒരു കോയിൻ എടുക്കാം. അപ്പോൾ ആ ഒരു കോയിന് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ ഫസ്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്തെ അവർ ഈ ഒരു കോയിന്, അപ്പോൾ ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കോയിന് ഇവരുടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോൾക്ക സ്റ്റാർട്ടർ പറഞ്ഞിട്ടുള്ള ഇവരുടെ ആ ഒരു സൈറ്റിൽ ലോഞ്ച് ചെയ്യും. ഈ ഒരു സമയത്ത് ഇവർ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലോഞ്ചിങ് ആണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവരുടെ ടൈമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം അവരുടെ ആ ഒരു സൈറ്റിൽ ഇവർ അപ്ലോഡ് ചെയ്യും. ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഐഡിയ ഒന്ന് നമുക്ക് എങ്ങനെ ആ ഒരു ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കോയിന് വാങ്ങാം, പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു പർട്ടിക്കുലർ കോയിൻ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കണം. അതായത് ആ ഒരു സൈറ്റിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു കോയിൻ ഉണ്ടാകും, അത് നമ്മൾ ബൈ ചെയ്യണം, അതായത് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കണം. അപ്പോൾ പല സൈറ്റിലും പല രീതിയിലായിരിക്കും ഹോൾഡ് ചെയ്യാനായിട്ട് അവർ അവകാശപ്പെടുന്നത്. ചിലതിലാണെന്നുണ്ടെങ്കിൽ അവരുടെ 2000 കോയിൻസ് നമ്മൾ മസ്റ്റായിട്ടും ഹോൾഡ് ചെയ്തിരിക്കണം എന്ന് പറയും. അപ്പോൾ ആ ഒരു 2000 കോയിൻസിൻ്റെ വാല്യൂ ഏകദേശം നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ 10 ലക്ഷം ആ ഒരു രീതിയിലൊക്കെ ചിലപ്പോൾ വാല്യൂ INR വരുന്ന രീതിയിൽ അവർ ആ ഒരു കോയിന് ഹോൾഡ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് വളരെയധികം ഹ്യൂജ് ആയിട്ടുള്ള ഒരു റിസ്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ ഇത്തരത്തിൽ അവരുടെ ഒരു കോയിന് ഹോൾഡ് ചെയ്യുക. കാരണം ആ ഒരു കോയിന് അഥവാ ഇടിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫണ്ട് അവിടെ നഷ്ടം വരികയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ റിസ്ക് എടുക്കാതെ, അതായത് അവർ പറയുന്ന പോലെ അവരുടെ കോയിൻസ് ഹോൾഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ഐഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു 2 ഓപ്ഷനാണ് ഐഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് ഐഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നതാണ്. അപ്പോൾ അത് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോയിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു കോയിൻ ഇതിൽ ഈ ഒരു സൈറ്റിൽ വരുന്ന ആ ഒരു
പർട്ടിക്കുലർ ടൈമിൽ അവർ വൈറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊടുക്കും. അതായത് ഒരു എയർ ഡ്രോപ്പ് പോലെ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു വിശേഷിപ്പിക്കാവുന്ന ഒരു രീതിയിൽ, അതായത് 1000 അതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു വൈറ്റ് ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന 1000 പേർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ 2000 പേർക്ക്, 10,000 പേർക്ക്, 500 പേർക്ക്, 100 പേർക്ക് വരെ വൈറ്റ് ലിസ്റ്റിൽ നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിന്നറായിട്ട് അവർ സെലക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് $100 അല്ലാന്നുണ്ടെങ്കിൽ $50, $10 വരെ നമുക്ക് അതിൽ നിന്നും ബൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ കോയിൻ ഹോൾഡ് ചെയ്യുന്നവർക്ക് മാത്രമേ അല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുതിയ കോയിൻസ് വരുന്ന സമയത്ത് ബൈ ചെയ്ത് ഐഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷേ ഈ ഒരു വൈറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ ഞാൻ അതിൽ പങ്കെടുത്തു, എനിക്ക് ആ ഒരു വൈറ്റ് ലിസ്റ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഐഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് ലിസ്റ്റിൽ കിട്ടിയവർക്ക് $10 വാല്യൂ ഉള്ള ഒരു വൈറ്റ് ലിസ്റ്റാണ് കിട്ടിയത് എങ്കിൽ എനിക്ക് ആ ഒരു പുതിയ കോയിൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു കോയിന് $10 ആ ഒരു റുപ്പീസിന് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിലുള്ള ആ ഒരു $10 നമ്മൾ വാങ്ങേണ്ടതുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു $10 നമ്മളവിടെ ഐഡിയോയിൽ വാങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു പുതിയ കോയിന് വാങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുണ്ടെങ്കിൽ 2x ആകും, അല്ലാന്നുണ്ടെങ്കിൽ 10x ആകും, അല്ലാന്നുണ്ടെങ്കിൽ 100x ആകും, അല്ലാന്നുണ്ടെങ്കിൽ 1000x വരെ പോകാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു ഐഡിയോ വെയിറ്റ് ലിസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എന്തായാലും നമ്മുടെ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓവറോൾ ഒരു ഐഡിയ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നും എങ്ങനെ ഐഡിയോ എന്താണ് എന്നും മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഐഡിയോ എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്നതിന് മുൻപായിട്ട് 2013 ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ICO എന്ന് പറഞ്ഞിട്ടുള്ള, അഥവാ ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതും ഏകദേശം ഈ ഒരു രൂപത്തിൽ തന്നെയായിരുന്നു. പിന്നീട് അത് 2017 ആ ഒരു സമയത്ത് അത് IEO എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലേക്കായി, അഥവാ ഇനീഷ്യൽ എക്സ്ചേഞ്ച് ഓഫറിംഗ് എന്നുള്ള ആ ഒരു രീതിയിലേക്കായി. അപ്പോൾ എക്സ്ചേഞ്ചുകളിൽ നമുക്ക് ഈ ഒരു കോയിന് വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന IDO അഥവാ ഇനീഷ്യൽ ഡെക്സ് ഓഫറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മളെല്ലാവരും ചിന്തിക്കുന്നതിൽ അപ്പുറം നമുക്ക് പ്രോഫിറ്റ് തരുന്ന ഒരു തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാനായിട്ട് പറ്റും. കാരണം ഇതിൽ നിന്നും ഒരുപാടധികം ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തായാലും അടുത്ത ഒരു നെക്സ്റ്റ് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ ഈ ഒരു ആളുകൾക്ക് കിട്ടിയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള പ്രൂഫും കാര്യങ്ങളെല്ലാം നമുക്ക് എത്രത്തോളം പ്രോഫിറ്റാണ് ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്തായാലും വ്യക്തമായിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ഐഡിയോ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചിട്ട്, ഐഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട് നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടം അതിൻ്റെ ഒരു ഷൂട്ടായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ നല്ലൊരു രണ്ടനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.